ഹേ ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ബ്രൈഡൽ വർക്കിനൊന്നും അല്ല കേട്ടോ. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണിത്. നമ്മൾ പുതിയ ഫോൺ എടുക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ പുതിയ ഫോൺ കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ പഴയ ഫോണിനെ ഒന്ന് പരിചയപ്പെടാം. ഇത്രയും കാലം വീഡിയോസിലൂടെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മുത്ത് ഫോൺ കേട്ടോ. വിവോയുടെ ഒരു സെറ്റാണിത്. കുറേ കാലമായി ഇയാൾ എൻ്റെ കൂടെ കൂടിയിട്ട് ഇതുവരെ മാഷാ അല്ലാഹ് ഒരു പ്രോബ്ലം ഇയാളെ കൊണ്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് നമുക്ക് ഓരോ പ്രോബ്ലംസ് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങിയത് കേട്ടോ. ഒരു നോർമൽ പേഴ്സൺ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് ഇപ്പോഴും ഇത്. പക്ഷേ ആസ് എ വീഡിയോ ക്രിയേറ്റർ എന്നുള്ള നിലക്ക് നമുക്ക് വീഡിയോസ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും അതിനൊക്കെ കുറച്ച് പ്രോബ്ലംസ് വരാൻ തുടങ്ങി. സ്ക്രീനിൽ നമ്മുടെ ഡിസ്പ്ലേ പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതാണ് മെയിൻ കാരണം. നമ്മുടെ ഫ്രണ്ട് ക്യാമറൻ്റെ അവിടെ തൊട്ട് താഴെ വരെ വലിയ വലിയ ഡോട്ട്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ നിൽക്കുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫുള്ളായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് പുതിയ ഫോൺ എടുത്തതാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എൻക്വയറീസും അഡ്രസ്സും ഒക്കെ നമുക്ക് മെസ്സേജായിട്ട് വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നില്ല. ഈ ഡോട്ടുള്ള സ്ഥലത്താവും ചിലപ്പോൾ വല്ല നമ്പറോ പിൻകോഡോ ഒക്കെ ആയിട്ട് വരിക. അപ്പോൾ അത് കാരണം കൊണ്ടും പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കുമ്പോൾ പെട്ടെന്ന് മെമ്മറി ഫുള്ളായി കൊണ്ട് വരിക. അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റി തന്നെ തീരെ ബാക്കിലോട്ടായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. മെയിൻ റീസൺ ഇതാണ്, മെമ്മറി തീരെ ഇല്ല. ഒരു വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ നമുക്കത് മെമ്മറി ഫുള്ളെന്ന് കാണിച്ചിട്ട് ആ വീഡിയോ ഫുള്ളാക്കാൻ പോലും പറ്റണില്ല. പിന്നെ ബാക്കിലോട്ടുള്ള വീഡിയോസ് ഫുള്ള് ഡിലീറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് പുതിയത് എന്തെങ്കിലും എടുക്കാനായിട്ട്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഫോൺ എടുക്കാനായിട്ട് തീരുമാനിച്ചു. ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ പെരിന്തൽമണ്ണ ആദ്യം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഒന്ന് എൻക്വയറി ചെയ്തിട്ടാണല്ലോ എടുക്കുക. അപ്പോൾ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയത് ഈ ഒരു ഷോപ്പിലാണ്. അങ്ങനെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഡ്രീം ഫോണായിട്ടുള്ള ഐഫോൺ എടുത്തു. ഐഫോൺ 15 ആണ് കേട്ടോ എടുത്തത്. നമ്മുടെ ആഗ്രഹം 15 Pro Max ഒക്കെ ആയിരുന്നു. പക്ഷേ കൊക്കിലൊതുങ്ങുന്നതല്ലേ കൊത്താൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമായി ഗൈസ്. ലാസ്റ്റ് 2 ഇയർ ആയിട്ടുള്ള ഒരു വലിയൊരു ഡ്രീം തന്നെയായിരുന്നു കേട്ടോ ഒരു ഐഫോൺ എന്നുള്ളത്. പക്ഷേ അതിലേക്ക് എത്തപ്പെടാനായിട്ട് കുറച്ച് സമയം എടുത്തുവെന്നേ ഉള്ളൂ. നമ്മൾ അത്രയ്ക്ക് ആഗ്രഹിച്ചൊരു കാര്യം സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ അത് നമ്മുടെ കൈപ്പിടിയിൽ എത്തും എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. അതിനായിട്ട് നമ്മൾ കുറച്ച് കഠിന പ്രയത്നം നടത്തേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി. അൽഹംദുലില്ലാഹ് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടാണ് കേട്ടോ കൂടുതൽ നന്ദി പറയാനായിട്ടുള്ളത്. അപ്പോൾ മോൾക്കും തന്നെ ഐഫോൺ എല്ലാവരുടെയും കയ്യിൽ കാണുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു പൊലിവാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അതെടുത്ത് അൺബോക്സ് ചെയ്തു, ഓൺ ചെയ്തു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി. പിന്നെ അതിൻ്റെ പൗച്ചും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തു. നമുക്ക് അവിടെ നിന്ന് ചാർജർ അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോണിൻ്റെ കൂടെ തന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പുതിയ ഫോൺ എടുക്കുമ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഏത് എടുക്കും എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഒരു സ്വപ്നത്തിലെ ഫോൺ തന്നെയായിരുന്നു ഐഫോൺ കേട്ടോ. അതിന് മറ്റൊന്നുമല്ല കാരണം നമുക്ക് ഈ മെഹന്തിയുടെ ഫോട്ടോസ് എടുക്കാനും ഒരു ബ്രൈഡൽ വർക്ക് കഴിഞ്ഞാൽ ആ ഡിസൈൻ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നല്ല നല്ല ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം. അപ്പോൾ അതിന് അത്രയ്ക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഐഫോൺ തന്നെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഫോൺ എടുത്തത്. അങ്ങനെ നമ്മുടെ ചെറിയൊരു സന്തോഷം മാഷാ അല്ലാഹ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കൊച്ചു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്